ഹലോ, അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ ഇവിടെ നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും നാട്ടിൽ നല്ല മഴൻ്റെ ടൈമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഇവിടുന്ന് തിരിച്ച് പോകാനായപ്പോൾ ഇവിടെ നല്ല തണുപ്പും തുടങ്ങി. നാട്ടിൽ മഴയല്ല ചൂടല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊരു ഉച്ച ടൈമാണ് കേട്ടോ അവിടെ. പക്ഷേ എന്താ പറയുക, ഉച്ച ടൈമാണെങ്കിലും ഒരു 2:30 ആ ഒരു 3 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ എന്നാലും ചൂട് ഇല്ല, വെയിലുണ്ടെങ്കിലും ചൂട് കുറവാണ്. നല്ല തണുത്ത കാറ്റാണ്. പിന്നെ ബീച്ച് സൈഡ് ആകുമ്പോൾ പറയും കൂടെ വേണ്ടല്ലോ. ഇതൊരു വീക്കെൻഡാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് തിരക്കൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരക്കാകുമ്പോഴത്തേന് നമുക്ക് ജസ്റ്റ് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്ന് പോവാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് ഈ ബ്ലൂസിൽ. ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിലും വേറൊരു ബ്ലൂസിയും കാണിച്ചിരുന്നു. ഇതിൻ്റെ ബാക്കി തന്നെ ആയിട്ടുള്ളതാണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നു. നമുക്ക് ഈ കുതിരമ്മയിലും അതേപോലെ ഒട്ടകത്തിമ്മലും ഒക്കെ കയറാം കേട്ടോ. പക്ഷേ നമ്മൾ രണ്ടാളും മാത്രമാകുമ്പോൾ ഒരു വൈബ് കിട്ടില്ല. എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ, ഒരുമിച്ച് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എൻജോയ് ചെയ്യാം. പക്ഷേ ഇത് ഞങ്ങൾ ഒറ്റക്കായതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ കയറിയതൊന്നുമില്ല. ഈ ഒരു നാച്ചുറൽ വ്യൂ കാണാൻ വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ. ഞാൻ ഇവിടെ വന്ന മുതലാണ് സൺസെറ്റൊക്കെ ശരിക്കും കാണും. പക്ഷെ നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇവിടെ വന്ന മുതലാണ് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. വേറെ ഒന്നുമല്ല, നമുക്ക് ചുറ്റിലും കുറേ എൻജോയ്മെൻറ്റ്സും വ്യൂവും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ശരിക്കും അങ്ങോട്ട് അത് നമുക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യണത് നമ്മളെ പാർട്ട്ണർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴേക്കാണ്. കാരണം പറഞ്ഞാൽ അപ്പോൾ നമ്മളെ മൈൻഡ് റിലാക്സ്ഡ് ആണ്. നമ്മൾ സ്ട്രെസ്സൊക്കെ ഒന്നുമില്ല. നമ്മളെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കണം ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഓരോ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാതും ആ ഒരു എല്ലാ വ്യൂവും ഇപ്പോൾ എത്ര ഒരു ചെറിയ കുഞ്ഞു ഒരു സന്തോഷമാണെങ്കിലും നമ്മളെ എൻജോയ് ചെയ്യണത് ഓരോ കൂടെ ഉണ്ടാകുമ്പോഴേക്കാരം, അല്ലെങ്കിൽ ഓരോ കൂടെ ആകുമ്പോഴേക്കാരല്ലേ. എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. ഇവിടെ വൈകുന്നേരം ആവുന്തോറും കുതിരൻ്റെ എണ്ണം കൂടിക്കൊണ്ട് വരുന്നുണ്ടോ. കാരണം ആ ടൈമിലാണല്ലോ പുറത്തുള്ളവരൊക്കെ അങ്ങനെ കൂടുതലായിട്ട് വരിക. പിന്നെ ഞങ്ങൾ കുറേ മുന്നേ ഞാൻ വന്ന ഉടനെയൊക്കെ വന്നിരുന്നു. അന്ന് ഇതേപോലെ ഫ്രണ്ട്സും അതിൻ്റെ കസിൻസും ഒരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പോൾ അന്ന് മറ്റേ ഡെസേർട്ടിൽ പോണ 4 വീലിലെ ബൈക്കില്ലേ അതിലൊക്കെ കയറിയിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ ആയിക്കൂടെ നടന്ന് തിരിച്ചു പോകണം കേട്ടോ. ഇനി രാത്രിക്കൊക്കെ ഫുഡിന് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ക്രാബ് ഉണ്ടല്ലോ, ക്രാബ് റോസ്റ്റ് ആക്കി ഇതാക്കാൻ വിചാരിച്ചു. ഇത് ഫിഷ് വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ വാങ്ങണതാണ് ഈ ക്രാബ്. അപ്പോൾ ഇതും കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് റോസ്റ്റും ആക്കാം. പിന്നെ ഇതിക്ക് പൊറാട്ട ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുകയും ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഈ ഒരു ക്രാബിൻ്റെ റോസ്റ്റ് ഐഷാസ് കിച്ചണില്ലേ ഓരോ വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ, ഓരോ റെസിപ്പിയാണത്. അപ്പോൾ എനിക്ക് ഓരോ ഫുഡ് ഉണ്ടാക്കാനും ഓരോരുത്തരുടെ വീഡിയോ, ഓരോരുത്തരുടെ റെസിപ്പി ഓരോതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ ക്രാബ് 1-2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 സവാളയിലും എടുക്കാൻ നോക്കുക. കാരണം 2 ആയാലും നല്ല ടേസ്റ്റാണ്. അതിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ കഴിക്കണതിൻ്റെ ഒരു മണിക്കൂറെങ്കിലും മുന്നേ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കിട്ടണത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഞാനിത് കൂടുതലായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ വേറൊരാളെ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ റെസിപ്പി നോക്കിയിട്ട് ഐഷാസ് കിച്ചൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി തീർന്ന് നമ്മൾ പൊറാട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് പൊറാട്ട വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളോട് കൂടെ വാങ്ങാനുണ്ട്. അപ്പം നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് ഈ ഒരു അടുത്തുള്ളൊരു ഷോപ്പൊക്കെ വന്നതാണ്. മാംഗോ ഏതാ ഫ്ലേവർ ഉണ്ട്? മാംഗോ അല്ലേ നമ്മൾ വാങ്ങി. ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താ
ഈ ക്രാബ് റോസ്റ്റിന് വേറൊരു സ്മെല്ലും വേറൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിനുള്ളത്. എല്ലാ റോസ്റ്റും ഉണ്ടാക്കണ പോലെയല്ല, ക്രാബ് കുറേ നേരം ഈ റോസ്റ്റിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ വേറൊരു സ്മെല്ലും വേറൊരു ടേസ്റ്റും ഉണ്ട്. പിന്നെ അടുത്ത ദിവസം നമ്മൾ ബവാദി സൂക്ക് പോയിന് കേട്ടോ. ഈ സൂക്ക് എന്നുള്ളത് അറബി വേർഡാണ്, മാർക്കറ്റ് എന്നാണ് കേട്ടോ സൂക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല അബായാസ് ഉണ്ടാവും, കൂടുതലായിട്ടും അബായാസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അബായാസ് നമ്മൾക്കിപ്പോൾ മോളിലൊക്കെ പോയാൽ നല്ല റേറ്റ് കൂടുതലേക്കാരം കേട്ടോ. പക്ഷേ ഇവിടെ ആ ഒരു സാധനത്തിൻ്റെ കാര്യം ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മളിങ്ങനെ കുറേ തിരഞ്ഞ് നടന്നാൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് നല്ല സാധനം കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറേ മുന്നേ ഇവിടെ വന്നീനു. ഞാൻ വന്ന ഉടനെ എനിക്ക് അബായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നീനു. പക്ഷേ അന്ന് കുറേ നമ്മൾ നടക്കണമല്ലോ, നടന്ന് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങണമല്ലോ. അപ്പോൾ ഷാനുവിന് അത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് ഇവിടേക്ക്. അങ്ങനെ കുറേ ഇറങ്ങിയും കയറി നടന്ന് ഒരു 5-6 ഷോപ്പിൽ ഇറങ്ങിയും കയറി നിന്നക്കൊണ്ടാ. എന്നിട്ട് എനിക്ക് ഫൈനലി ഒരു അബായ കിട്ടി. നല്ലതേനു കേട്ടോ. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള വർക്കൊക്കെ ഉള്ള ഒരു അബായ കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിരുന്നത്. കാരണം റൂമിൽ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, വെജീസൊക്കെ തീർന്നിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അതും കൂടെ വാങ്ങിക്കണം. എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ നമ്മളെ നോർമൽ ചോറും കൂട്ടാനൊക്കെയാണ് കേട്ടോ. കാരണം ഞാനിത് റൂമിലുണ്ടാക്കി എനിക്ക് മടുപ്പയിക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ തന്നെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് ഭയങ്കര മടുപ്പയിക്കണം. അപ്പം ഞാൻ ഇവിടുന്ന് നല്ലോണം കഴിച്ചിരുന്നു, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, എത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.